വ്രതാനുഷ്ഠാനങ്ങൾക്കും ചിട്ടകൾക്കും പ്രാധാന്യമുള്ള മാസമാണ് കർക്കിടകം. ഈ മാസത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് ദശപുഷ്പങ്ങൾ. കേരളത്തിൽ സാധാരണയായി കാണപ്പെടുന്നതും നാട്ടുവൈദ്യത്തിലും ആയുർവേദത്തിലും പ്രാധാന്യമുള്ളതുമായ ദശപുഷ്പങ്ങളെ മംഗളകരമായി കണക്കാക്കുന്നു. ആയതിനാൽ തന്നെ ഹൈന്ദവ പൂജകൾക്കും സ്ത്രീകൾ തലയിൽ ചൂടുന്നതിനും ഉപയോഗിക്കുന്നു. ഔഷധമായി ഉപയോഗിക്കുന്ന 10 കേരളീയ നാട്ടുചെടികളെയാണ് ദശപുഷ്പങ്ങൾ എന്ന് വിളിക്കുന്നത്. പുഷ്പങ്ങൾ എന്നാണ് ഇവ അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ ഇലകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. വിഷ്ണുക്രാന്തി, കറുക, മുയൽച്ചെവിയൻ, തിരുതാളി, ചെറുള, നീലപ്പന, കയ്യോന്നി, പൂവാങ്കുരുനില, മുക്കുറ്റി, ഉഴിഞ്ഞ എന്നിവയാണ് ദശപുഷ്പങ്ങൾ എന്നറിയപ്പെടുന്നത്. ദശപുഷ്പങ്ങളിലെ ഓരോ പൂവിനും ഓരോ പ്രത്യേകതയാണുള്ളത്. സാധ്യമെങ്കിൽ കർക്കിടകത്തിൽ ഉടനീളം ദശപുഷ്പം ചൂടുന്നതും നന്ന്. നിത്യേന വിളക്ക് തെളിയിക്കുമ്പോൾ വിളക്കകത്ത് പുഷ്പമായി ദശപുഷ്പം വയ്ക്കുന്നതും സർവ്വദേവതാ പ്രീതിക്ക് ഉത്തമമാണ്. ഇവയുടെ പേരുകൾക്ക് വ്യത്യസ്തതമുണ്ടെങ്കിലും ചികിത്സാ പ്രാധാന്യമുള്ളവയാണെല്ലാം. മുയൽ ചെവിയൻ ഇടിച്ചു പിഴിഞ്ഞ നീര് ചേർത്ത് എണ്ണ കാച്ചിയത്, കൂടെയുള്ള തൊണ്ടവേദന, നീരിറക്കം മുതലായവയ്ക്ക് തലയിൽ തേക്കാൻ നിർദ്ദേശിക്കാറുണ്ട്. കയ്യോന്നി പ്രധാന ചേരുവയായി തയ്യാറാക്കുന്ന എണ്ണകൾ കേശസംരക്ഷണത്തിനും അകാലനര തടയുന്നതിനും ഫലപ്രദമാണ്. വന്ധ്യതാ ചികിത്സയിലും ഗർഭം അലസുന്നത് തടയുന്നതിനും പ്രയോഗിക്കുന്ന മരുന്നാണ് തിരുതാളി. കറുകനീര് അമിത രക്തസ്രാവം നിയന്ത്രിക്കാൻ സഹായിക്കും. പൂവാങ്കുരുനിലയും ആയുർവേദ ചികിത്സയിൽ പ്രധാനമാണ്. ഇങ്ങനെ ആരോഗ്യ സംസ്കാരത്തിന്റെ പവിത്രമായ അടയാളങ്ങളാണ് ഓരോ ദശപുഷ്പവും. ന്യൂസ് ഡെസ്ക് TCV.